السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വ്യതകൾ, നീറുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിന് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും ധാരാളം ഇബാദത്ത് ചെയ്യുവാനും പൂർണ്ണമായും ഹറാമിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കാനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ആബിദീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാനുമുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ഈ തിരക്കിനിടയിൽ, നാം ചെയ്യുന്ന ജോലികൾക്കിടയിൽ അറിയാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ പല ആളുകളും നമ്മോട് വിളിച്ചറിയിക്കുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. ഉസ്താദേ, എന്റെ മാല നഷ്ടപ്പെട്ടു, എന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു, എന്റെ മോതിരം നഷ്ടപ്പെട്ടു, എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു, എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് വസ്തുക്കൾ, ആ വസ്തുക്കളൊക്കെ തിരിച്ചു ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിന് മഹാന്മാർ എന്താണ് ചെയ്തിരുന്നത്? തുടങ്ങിയ വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സംസാരമുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹുവിനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ആദ്യമായി അതെവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെയുള്ള അധികൃതരെ അറിയിക്കുന്നതിന് മുമ്പ്, ആ അധികൃതരെ അറിയിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയമൊക്കെയായിട്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ. എത്ര വിലപിടിപ്പുള്ള വസ്തുവാണെങ്കിലും, എങ്ങനെ നഷ്ടപ്പെട്ടതാണെങ്കിലും ഒരു നിലക്കും അത് തിരിച്ചു കിട്ടില്ല എന്ന നിരാശയാണോ നിങ്ങൾക്കുള്ളത്? ആ നിരാശയൊക്കെ അസ്ഥാനത്താക്കിയിട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് തിരിച്ചു ലഭിക്കും. അതിനാദ്യമായി ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ ബരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് കാര്യങ്ങളെ ബരമേൽപ്പിക്കുക എന്നുള്ളതാണ് അതിനാദ്യമായി ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളാണ് ഇന്ന് നാം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നഷ്ടപ്പെട്ട ഒരുപാട് വസ്തുക്കൾ, മോതിരം നഷ്ടപ്പെട്ടവർ, മാല നഷ്ടപ്പെട്ടവർ, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടവർ, വാഹനം നഷ്ടപ്പെട്ടവർ, പേഴ്സ് നഷ്ടപ്പെട്ടവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതെത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ ഖളാ അത് തിരിച്ചു കിട്ടാനാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യലോടുകൂടെ അത് തിരിച്ചു ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം നാം തിരഞ്ഞെടുത്ത വഴി അത് അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക എന്നുള്ള വഴിയാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നഷ്ടപ്പെട്ട വസ്തുക്കൾ എവിടെയാണെന്ന് കൃത്യമായി അറിയുന്ന ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സ നമ്മുടെ ദുആ കാരണം, നമ്മുടെ പ്രാർത്ഥന കാരണം, നമ്മുടെ ദിക്ർ കാരണം അള്ളാഹു അത് തിരിച്ചു ലഭിക്കാനുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വാതിൽപ്പടിയിൽ അത് എത്തിയിരിക്കും, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ അത് എത്തിയിരിക്കും. ആരുടെ കൈവശമാണോ അതുള്ളത്, അതാരാണോ എടുത്തത് അവർക്ക് തിരിച്ചു നൽകാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ ഒരു സ്വർണ്ണാഭരണം മറ്റുള്ളവരുടെ കൈവശം അത് അകപ്പെട്ടു എന്ന് സങ്കല്പിക്കുക, അത് തരാനുള്ള മനസ്സ് ആ വ്യക്തിക്കുണ്ടാകുക എന്നുള്ളത് ആ വസ്തു നമുക്ക് തിരിച്ചു ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമാണത്. ആ ഘടകം ഉണ്ടാക്കി കൊടുക്കാനും ആ നഷ്ടപ്പെട്ടത് ലഭിച്ച ആൾക്ക് അത് തിരിച്ചു കിട്ടാൻ, ആരുടെ കൈവശത്തിൽ നിന്നാണോ നഷ്ടപ്പെട്ടത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടാൻ അത് കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക. ആ മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ദിക്റുകളും ദുആകളുമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഏത് വസ്തു നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അതെത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ. അത്ഭുതകരമാകുന്ന രൂപത്തിൽ അത് നമ്മിലേക്ക് തിരിച്ചെത്തും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലേണ്ടത്, ആദ്യമായി ചൊല്ലേണ്ടത് യാ ഹഫീളു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ, അത് 119 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം സൂറത്തുൽ ളുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന സൂറത്ത് 11 പ്രാവശ്യം ഓതുക. വസ്സമാഇ വത്താരിഖ് എന്ന സൂറത്ത് 7 പ്രാവശ്യം ഓതുക. അതിനുശേഷം അല്ലാഹുമ്മ റാദ്ദല്ലാല്ലത്തി വഹാദിയല്ലാല്ലത്തി തഹ്ദീ മിനൽ വലാല ഉർദുദ് അലയ്യല്ലാല്ലത്തി ബിഖുദ്റതിക വഫളിക എന്നും ചൊല്ലുക. ഈ പറയുന്ന ദുആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ദുആ ആണ്. അല്ലാഹുമ്മ റാദ്ദല്ലാല്ല വഹാദിയല്ലാല്ല തഹ്ദീ മിനൽ വലാല ഉർദുദ് അലയ്യല്ലാല്ലത്തി ബിഖുദ്റതിക വഫളിക. ഈ ദുആ ചെയ്യുക. ഈ ദുആ ചെയ്തതിന് ശേഷം യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട വസ്തു തിരയാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബിഇദ്നില്ലാഹി തആല ആ നഷ്ടപ്പെട്ട വസ്തു നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഒരുപാട് വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ, വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. അർഹമർ റഹീമായ റബ്ബേ, അത് തിരിച്ചു ലഭിക്കാൻ, അത് ആരുടെ കൈവശമാണോ ഉള്ളത് അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നീ നൽകണം അല്ലാഹ്, മനസ്സ് നീ നൽകണം അല്ലാഹ്. പല ഡോക്യുമെന്റ്സും നഷ്ടപ്പെട്ട് ജോലികൾ എത്രയോ ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. അല്ലാഹുവേ, അതെല്ലാം തിരിച്ചെത്താനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണം റഹ്മാനെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പലരും എല്ലാ സമയത്തും നിസ്കാരത്തിന്റെ സമയങ്ങളിൽ പോലും ഫോൺ വിളിച്ചും മറ്റുമൊക്കെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഫോൺ എടുക്കാൻ വലിയ പ്രയാസമുള്ള സമയങ്ങളാണ്. പള്ളിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നവർ വൈകുന്നേരം 4 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് സമയത്തും നിങ്ങൾക്ക് വിഷയങ്ങളെല്ലാം വാട്സാപ്പ് വഴി എഴുതി അറിയിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. നമ്മുടെ സമയത്തിനനുസരിച്ച് അത് നോക്കിയിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.